വണ്ടി നാട്ടിലെത്തിയേ, കൂട്ടരൊത്തു പാട്ടുമായി വാ, ക്രിസ്തുമസിൻ കാലമായിതാ, ഗുഡ്നസ് ഒത്തു പാട്ടുപാടിടാം. നാട്ടിലും വീട്ടിലും നിരത്തിലും തുരുത്തിലും വള്ളി പുള്ളി തുള്ളി തെറ്റിടാതെ ഉണ്ണിപ്പാട്ടുമായി വാ. പള്ളിയിൽ മുഴങ്ങുന്നു വാനിൽ പടും ദൈവദൂതിൻ ഗാനം, ദൈവത്തിൻ സ്വന്തം നാട്ടിൽ പടും ദൂതരായിടാം. ആഘോഷം കൊണ്ടാടാം, ക്രിസ്മസിൻ നാളായേ, ആടാനും പാടാനും ഗുഡ്നസിൻ ഉത്സവം. കുളിരു പെയ്യും രാവിലുണ്ണി യേശുജാതനായി എന്ന വർത്തമന്നിനേകിടുന്നു മംഗളം. ആടാനും പാടാനും ആഘോഷത്തിൻ നാളിവനെ ഗ്ലോറിയ 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 ഗ്ലോറിയ. ഗുഡ്നസ് കരോൾ ഉത്സവം ഉത്സവം. എല്ലാവർക്കും നമസ്കാരം. കുന്നുകളും മലകളും പുഴകളും കാടുകളും താണ്ടി 23 ദേവാലയങ്ങളിലൂടെയുള്ള ഞങ്ങളുടെ ഈ ഗുഡ്നസ് കരോൾ ഉത്സവത്തിൻ്റെ യാത്ര ഇന്ന് അതിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇന്നത്തെ അവസാന എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ക്രിസ്മസ് കാലത്ത് അവസാനമായി ഗുഡ്നസ് കരോൾ വണ്ടി എത്തി നിൽക്കുന്നത് തലശ്ശേരി അതിരൂപത വെള്ളരിക്കുണ്ട് ലിറ്റിൽ ഫ്ലവർ ഫൊറോന ദേവാലയത്തിലാണ്. ഗുഡ്നസ് കരോൾ ഉത്സവത്തിന് നിങ്ങൾ നൽകിയ വലിയ വിജയത്തിന്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും. ഈ സന്തോഷത്തിൽ ഞങ്ങളോടൊപ്പം ചേരുകയാണ് ഈ ഇടവകയിലെ ഇടവക ജനം മുഴുവനും. ഇടവകയിലെ ഇടവക ജനം ഒരുപാട് സർപ്രൈസ് ഒരുക്കി വെച്ച് വികാരിയച്ഛനോടൊപ്പം നമുക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. Come on, let's go. ആഘോഷം കൊണ്ടാടാം, ക്രിസ്മസിൻ നാളായേ, ആടാനും പാടാനും ഗുഡ്നസിൻ ഉത്സവം. കുളിരു പെയ്യും രാവിലുണ്ണി യേശുജാതനായി എന്ന വർത്തമന്നിനേകിടുന്നു മംഗളം. ആടാനും പാടാനും ആഘോഷത്തിൻ നാളിവനെ ഗ്ലോറിയ 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 ഗ്ലോറിയ. ഗുഡ്നസ് കരോൾ ഉത്സവം ഉത്സവം. എല്ലാവർക്കും നമസ്കാരം. ഗുഡ്നസ് കരോൾ ഉത്സവം പള്ളികളിലേക്കുള്ള ക്രിസ്മസ് റൈഡിന്റെ ഇന്നത്തെ അവസാനത്തെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇതാ ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്ന മാലാഖമാരുടെ സദ്വാർത്ത അനുസ്മരിക്കുന്ന കാലമാണല്ലോ ക്രിസ്തുമസ്. ഈ സദ്വാർത്തയെ ഹൃദയപൂർവ്വം സ്വീകരിച്ചവരാണ് ആട്ടിടയന്മാർ. ആട്ടിടയന്മാരെ പോലെ ക്രിസ്തുമസിനായി, ഉണ്ണീശോയുടെ ജനനത്തിനായി നമുക്ക് എല്ലാവർക്കും ഒരുങ്ങാം. ക്രിസ്തുമസിന്റെ നല്ല മംഗളങ്ങൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് ഇന്നത്തെ മോസ്റ്റ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. ആരംഭിക്കുന്നതിന് മുൻപായിട്ട് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തോട്ടെ നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി റെവറൻഡ് ഡോക്ടർ ജോൺസൺ അന്ത്യാംകുളം അച്ഛനെ. അച്ഛാ, സ്വാഗതം.
ഹലോ അച്ഛ, ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഹാപ്പി ക്രിസ്മസ് അച്ഛ. സെയിം ടു യു. ഇവിടെ മനോഹരമായിട്ടുള്ള ക്രിസ്മസ് ഒരുക്കങ്ങളാണ്, ക്രിസ്മസ് ഡെക്കറേഷൻസ് ആണ്. അച്ഛന്റെ നേതൃത്വത്തിൽ ഇവിടെ ഗുഡ്നസ് കരോൾ ഉത്സവത്തെ സ്വീകരിക്കാനായിട്ട് ഇവർ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അച്ഛ, നമ്മുടെ ഗുഡ്നസ് കരോൾ ഉത്സവത്തിന്റെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരോട് അച്ഛൻ എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്? ഈശോ മിശിഹായാൽ സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട വൈദികരെ, സന്യസ്തരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഗുഡ്നസ് കരോൾ ഉത്സവത്തിൻ്റെ സമാപന ദിവസമായ ഇന്ന് തലശ്ശേരി അതിരൂപതയിലെ വെള്ളരിക്കുണ്ട് ലിറ്റിൽ ഫ്ലവർ ഇടവകയോട് ചേർന്നുകൊണ്ട് ഗുഡ്നസ് TV ലോകമെമ്പാടും ഒരു വലിയ യാഥാർത്ഥ്യം തുറന്നു പറയുകയാണ്. ക്രിസ്മസ് ആഗതമായിരിക്കുക. ഈ ഗുഡ്നസ് കരോത്സവത്തിൻ്റെ ഭാഗമാകാൻ ഈ ഇടവകയെ തിരഞ്ഞെടുത്തതിന് ഗുഡ്നസ് TVയോടുള്ള കൃതജ്ഞതയും കടപ്പാടും സ്നേഹത്തോടെ ഞങ്ങൾ അറിയിക്കുകയാണ്. മാത്രമല്ല, ഓരോ ക്രിസ്തുമസും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ്. അത് ഏറ്റവും പ്രധാനമായിരിക്കുന്നത് നമ്മുടെ കർത്താവ് ദൈവമായ ഈശോ മിശിഹ ലോകരക്ഷകനും എൻ്റെ രക്ഷകനുമാണ് എന്ന് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയുന്ന ക്രിസ്മസിൻ്റെ കാലയളവാ പ്രിയ സഹോദരങ്ങളെ. ഇത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, ഇതാ സകല ജനതകൾക്കും വേണ്ടിയുള്ള വലിയ സന്തോഷ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ദാവീദിന്റെ പട്ടണത്തിൽ ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, പണ്ടെല്ലാ പ്രവാചകന്മാരിലൂടെയൊക്കെ അറിയപ്പെട്ടിരുന്ന കാര്യം ഇതായിരുന്നു. ഇസ്രായേൽ ജനത്തിന് ആവേശമായി അവർക്ക് വചനമായി പ്രവാചകന്മാരെ ദൈവം അയച്ചു. എന്നാൽ യേശുനാഥന്റെ തിരുപ്പിറവിയോടുകൂടി ലോകം മുഴുവനുള്ള ജനതകൾക്കുള്ള സന്തോഷ വാർത്തയായിരുന്നു അത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെയും ലോകം മുഴുവനുള്ള എല്ലാ ജനതകളുടെയും. അതുകൊണ്ട് തന്നെയാണല്ലോ ഈശോ പറഞ്ഞു വെച്ചിരിക്കുന്നത്, ഈ ചെറിയവരിൽ ആരും നശിച്ചു പോകുവാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല. അതിനാൽ തന്നെ വളരെ വ്യക്തമാണ്, യേശു തമ്പുരാൻ ഈ ലോകത്തുള്ള എല്ലാ ജനതകളുടെയും രക്ഷകനാണ്. മാത്രമല്ല, മാലാഖ പറഞ്ഞ കാര്യമാണ്, ഏറ്റവും വലിയ സന്തോഷ വാർത്ത അറിയിക്കുന്നത്. എന്താകാം ആ സന്തോഷ വാർത്ത? അത് നിങ്ങൾക്കറിയാവോ? സന്തോഷ വാർത്ത മറ്റൊന്നുമല്ല, അവിടുന്ന് രക്ഷകനാണ്. പാപത്തിൽ നിന്നും, നിത്യമായ മരണത്തിൽ നിന്നും, നിത്യമായ നാശത്തിൽ നിന്നുമുള്ള രക്ഷകൻ. യേശു തമ്പുരാനല്ലാതെ ലോക ചരിത്രത്തിൽ ഇതുവരെയും നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ രക്ഷകനെ കണ്ടുമുട്ടിയിട്ടുണ്ടോ? ചരിത്ര യാഥാർത്ഥ്യങ്ങളും ജീവിതാനുഭവങ്ങൾ വിളിച്ചു വന്ന കാര്യം അത് തന്നെയല്ലേ. എത്രയോ അനേകായിരം ലക്ഷങ്ങൾ കോടിക്കണക്കിന് മനുഷ്യരാണ് യേശു തമ്പുരാനെ നെഞ്ചിലേറ്റിക്കൊണ്ട് ജീവിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന നിങ്ങളും ഇപ്പോൾ ഇവിടെ ആയിരിക്കും നിങ്ങളെല്ലാം ഈ യാഥാർത്ഥ്യത്തിൻ്റെ ഉൾപ്പോൾ മനസ്സിലാക്കിയ വ്യക്തികളാണ്. അതിനാൽ നാം യേശുവിലേക്ക് നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഇത്രമാത്രം കാരുണ്യവാനും ദയാലുവും സ്നേഹസമ്പന്നനുമായ മറ്റൊരു ശക്തിയേറിയ ദൈവ സാന്നിധ്യം ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. സാക്ഷാൽ ദൈവപുത്രനായ യേശു തമ്പുരാൻ ജനഹൃദയങ്ങൾ ജീവിക്കുന്ന തമ്പുരാനാണ് എന്നതിൻ്റെ നേരക ചിത്രമാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഈ ആയിരക്കണക്കിന് ജനങ്ങൾ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ആഗതമായിരിക്കുന്ന ക്രിസ്മസിന്റെ ആശംസ നിങ്ങൾക്ക് നേരുമ്പോൾ ഒരു കാര്യം ഞാൻ ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളില് യേശുനാഥൻ ഉണ്ണിയായി പിറക്കട്ടെ, അവർ ഉണ്ണിയായി വളരട്ടെ, ഹൃദയം നിറയട്ടെ, ജീവിതം നിറയട്ടെ. മിശിഹായാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിതരാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നല്ല ക്രിസ്മസ് ദിനാശംസകൾ എല്ലാവർക്കും നേരുന്നു. താങ്ക് യു. അച്ഛന്റെ ഉള്ളിലുള്ള തീക്ഷ്ണത, ദ സ്പിരിറ്റ് ഇൻ ഗോഡ് നമ്മളുമായി പങ്കുവെക്കുകയായിരുന്നു. ഗുഡ്നസ് കരോൾ ഉത്സവത്തിന്റെ എല്ലാ പ്രേക്ഷകരുടെയും ഹാപ്പി ക്രിസ്മസ് അച്ഛന് നേരുന്നു. താങ്ക് യു. സെയിം ടു യു. താങ്ക് യു അച്ഛാ. വെൽക്കം. ഗുഡ്നസ് കരോൾ ഉത്സവം. ഗുഡ്നസ് കരോൾ ഉത്സവം പള്ളികളിലേക്കുള്ള ക്രിസ്മസ് റൈഡ്. കേരളത്തിലെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട 23 ദേവാലയങ്ങളെ കോർത്തിണക്കിയിട്ടുള്ള ഒരു
ക്രിസ്മസ് കരോൾ മത്സരവേദിയാണ്. ഇന്നത്തെ ഈ മത്സരവേദിയിൽ ആദ്യത്തെ പെർഫോമൻസ് സിംഗിൾ റൗണ്ട് ആണ്. ആരാണ് ഈ സിംഗിൾ റൗണ്ടിൽ പാടാൻ വരുന്നതെന്ന് നമുക്ക് നോക്കാം. കൈയടിച്ച് നമുക്ക് സ്വാഗതം ചെയ്യാം. ഹലോ, ഹലോ, എന്താണ് പേര്? ജിയന്ന. നല്ല ചിരിയാണല്ലോ. ഇന്ന് ഈ ഒരു മത്സരവേദിയിൽ സോളോ റൗണ്ടിൽ ഏത് ഗാനമാണ് പ്രിപ്പയർ ചെയ്ത് വന്നിരിക്കുന്നത്? തൂമഞ്ഞു തൂകും. ഈ ഗാനം ആരാ സെലക്ട് ചെയ്ത് തന്നെ? ജിയന്ന തന്നെയാണോ? അല്ല, അമ്മ സെലക്ട് ചെയ്ത് തന്നതാ. അമ്മയാണോ സെലക്ട് ചെയ്തത്? അപ്പൊ അമ്മയും ജിയന്നയെ പോലെ ഗായികയാണോ? ആ, അമ്മ തന്നെയാണ് പഠിപ്പിച്ചു തന്നത് അല്ലേ? അതെ. ഞങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ് ജിയന്നയുടെ പാട്ട് കേൾക്കാനായിട്ട്. ഓക്കെ ആണോ? ഓക്കെയാണ്. ഹാപ്പിയാണോ ജിയന്ന? ഹാപ്പിയാണ്. നന്നായി പാടിത്തരോ? പാടാം. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.
പൊന്നൊളി തൂകും വെൺമുകിലിൽ താരകവൃന്ദങ്ങൾ അണിനിരന്നു. മഞ്ഞുറങ്ങിടും യൂദയം പോലും കാരുണ്യവർഷത്താൽ തളിരണിഞ്ഞു. ഉലകിന്നുയിരായി പുൽക്കൂട്ടിൽ വാഴും തിങ്കൾ കിടാവേ ചായുറങ്ങൂ. ഉലകിന്നുയിരായി പുൽക്കൂട്ടിൽ വാഴും തിങ്കൾ കിടാവേ ചായുറങ്ങൂ. തൂമഞ്ഞ് തൂകും നിലാവിൽ സ്നേഹത്തിൻ ദീപം തെളിഞ്ഞു. ഭൂജാതനായി ലോകൈകനാഥൻ പൊന്നോമനയായി പാരിൽ. തൂമഞ്ഞ് തൂകും നിലാവിൽ സ്നേഹത്തിൻ ദീപം തെളിഞ്ഞു. ഭൂജാതനായി ലോകൈകനാഥൻ പൊന്നോമനയായി പാരിൽ. രാരീരം രാരീരം രാരോ, രാരീരം രാരീരം രാരോ, രാരീരം രാരീരം രാരോ, രാരീരം രാരീരം രാരോ. ഗുഡ്നസ് കരോൾ ഉത്സവം ഉത്സവം. ഹലോ ജിയന. ഹലോ. നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ജിയനക്കുട്ടി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ആയിരിക്കുന്നത് എന്ന് ജിയനക്കുട്ടിയുടെ പെർഫോമൻസ് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ മാലാക കുട്ടികളുടെ ഡാൻസും ഇവരുടെ സപ്പോർട്ടും എല്ലാം മനോഹരമാക്കി ജിയനക്കുട്ടിയുടെ പെർഫോമൻസ്. താങ്ക് യു. ജിയനക്കുട്ടിക്ക് എന്ത് തോന്നുന്നു? ഇഷ്ടമായോ പാടി തീർത്തപ്പോ? കുഴപ്പമില്ലാതെ പാടിയും തോന്നുന്നു. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. നല്ല രീതിയിൽ തന്നെ ജിയനക്കുട്ടിക്ക് ഇവിടെ പാടാൻ പറ്റി. ഓക്കെ, താങ്ക് യു. എക്സലന്റ് പെർഫോമൻസ് ആയിരുന്നു. ജിയനക്കുട്ടിനെ പ്രിപ്പയർ ചെയ്ത് വിട്ട അമ്മയ്ക്കും ജിയനക്കുട്ടിയുടെ അമ്മയ്ക്കും പ്രത്യേകം നമുക്ക് കൈയടിച്ചുകൊണ്ട് ആശംസകൾ നേരാം. നല്ല മാർക്ക് ജഡ്ജസ് ജിയനക്കുട്ടിക്ക് തരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഗുഡ്നസ് കരോൾ ഉത്സവം ഉത്സവം. ഗുഡ്നസ് കരോൾ ഉത്സവം പള്ളികളിലേക്കുള്ള ക്രിസ്മസ് റൈഡിന്റെ ഈ മത്സരവേദിയിൽ അടുത്ത പെർഫോമൻസ് ഡ്യുവറ്റ് റൗണ്ട് ആണ്. ഡ്യുവറ്റ് റൗണ്ടിൽ ആരാണ് പാടാൻ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഹലോ. ഹലോ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. നല്ല രസമായിട്ടുണ്ടല്ലോ നിങ്ങളുടെ കോസ്റ്റ്യൂം ഇന്നത്തെ ഈ ഒരു പെർഫോമൻസിന് വേണ്ടിയിട്ട്. താങ്ക് യു. എന്താണ് പേര്? എപിൻ സാം തോമസ്. എൻ്റെ പേര് അമാൻഡ സാബു. എന്ത് ചെയ്യുന്നു? ഞാൻ +1 പഠിക്കുന്നു. +1 ഞാൻ +2 കഴിഞ്ഞ് ഇപ്പോൾ ഹയർ സ്റ്റഡീസിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. ഹയർ സ്റ്റഡീസിന് പോകാൻ വേണ്ടി നിൽക്കുന്നു. സെമിനാറിലായിരുന്നു, ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് ഇപ്പോൾ നിൽക്കും. ഓഹോ. ഇന്ന് ഈ ഒരു മത്സരവേദിയിൽ ഏത് ഗാനമാണ് ഡിവൈഡ് റൗണ്ടിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വന്നിരിക്കുന്നത്? കണ്ടോ ദൂരെ എന്ന പാട്ടാ. എന്തോരം പ്രിപ്പറേഷൻ നിങ്ങൾ നടത്തി? എത്ര നാള് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു? എങ്ങനെയായിരുന്നു നിങ്ങളുടെ പ്രിപ്പറേഷൻ? ഞങ്ങൾ പറ്റുന്ന രീതിയിൽ നല്ലോണം ചെയ്തിട്ടുണ്ട്. കൂടെ ഞങ്ങളുടെ അച്ഛനും ഞങ്ങളുടെ ഇടവകങ്ങളും എല്ലാവരും കൂടെ ഞങ്ങൾ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പരമാവധി ട്രൈ ചെയ്തിട്ടുണ്ട്. ഇവർ പ്രാക്ടീസ് ചെയ്ത പോലെ തന്നെ ട്രൈയിങ് അല്ല, മാക്സിമം ഇൻപുട്ട് ഇട്ട് നിങ്ങൾക്കിവിടെ പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ. നമുക്ക് കൈയടിച്ച് ഇവർക്ക് ആശംസകൾ നേർന്നാലോ? ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. രണ്ടുപേർക്കും നന്നായി പാടുക. താങ്ക് യു. വിണ്ണിൻദൂതർ പാടും ഗീതം കേൾക്കും രാവിൽ മാനവരൊന്നായി വാഴ്ത്തിപ്പാടാം നാഥന് സ്തുതിഗീതം. ഹാപ്പി ക്രിസ്മസ്, മെറി ക്രിസ്മസ്, ലാ 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 ലാ.
കണ്ടു ദൂരെ അങ്ങു വിണ്ണിൽ മിന്നും ഒരു താരം വന്നു വാനിൽ. കേട്ടോ കാതിൽ വിണ്ണിൽ നിന്നും വാനദൂതർ പാടും നാദം രാവിൽ. താരാജാലം ഏറ്റുപാടി സ്നേഹഗീതം നീലരാവിൽ. ഉണ്ണീശു പിറന്നൊരീ ശാന്തരാത്രിയിൽ കണ്ടു ദൂരെ അങ്ങു വിണ്ണിൽ മിന്നും ഒരു താരം വന്നു വാനിൽ. മിന്നുന്ന താരം നോക്കി ഇടയേരുമൊന്ന് ചേർന്നു പോയി ബത്ലഹേമിൽ. തേനൂറും പുഞ്ചിരി കാണാൻ ഉണ്ണിയെ കണ്ടു വണങ്ങാൻ പോയി ബേത്ലഹേമിൽ. എന്റെ പാപം പോക്കാൻ നീതിമാർഗം കാട്ടാൻ ഒന്നു പിറന്നിതാരാവിതിൽ. മഞ്ഞു തൂകിടും രാത്രിയിൽ കണ്ടു ദൂരെ അങ്ങു വിണ്ണിൽ മിന്നും ഒരു താരം വന്നു വാനിൽ. താരാഗണങ്ങൾ വാഴ്ത്തും വിണ്ണിന്റെ രാജകുമാരമീട്ടാ കിന്നരനാദം. ഗോശാലയിൽ വന്നു പിറന്ന ലോകത്തിൻ പാലകനായി പാടും മണ്ണും വിണ്ണും വരവേൽക്കാമിതാ ഉണ്ണീശോയെ നാം കണ്ണു ചിമ്മും താരകങ്ങൾ സാക്ഷിയായി രാവിലെ. കണ്ടു ദൂരെ അങ്ങു വിണ്ണിൽ മിന്നും ഒരു താരം വന്നു വാനിൽ. കേട്ടു കാതിൽ വിണ്ണിൽ നിന്നും വാനദൂതർ പാടും നാദം രാവിൽ. താരാജാലം ഏറ്റുപാടി സ്നേഹഗീതം നീലരാവിൽ. ഉണ്ണീശു പിറന്നൊരീ ശാന്തരാത്രിയിൽ കണ്ടു ദൂരെ അങ്ങു വിണ്ണിൽ മിന്നും ഒരു താരം വന്നു രാവിൽ. ഗുഡ്നസ് കരോൾ ഉത്സവം ഉത്സവം. ഹലോ എബിൻ, അമാൻഡ. ഹലോ. വന്നപ്പോൾ ഭയങ്കര വിഷമത്തിലൊക്കെയാണ് വന്നത്. പക്ഷേ നിങ്ങൾ സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്തപ്പോൾ ഭയങ്കര പ്ലസന്റ് ആയിട്ടാണ് നിങ്ങൾ പെർഫോം ചെയ്തത്. എന്താണ് അതിൻ്റെ സീക്രട്ട്? ഞങ്ങൾ ആരുടെയൊക്കെയോ പ്രാർത്ഥന ഞങ്ങൾ നന്നായിട്ട് ചെയ്തിരുന്നു. പക്ഷെ സ്റ്റേജിൽ കയറിയപ്പം അവരുടെ എല്ലാവരും പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമാണ് ഇത്ര മനോഹരമായിട്ട് ഇവർക്ക് പാടി തീർക്കാൻ പറ്റിയത് എന്നാണ് ഇവർ ഇപ്പോൾ പറഞ്ഞത്. മ്യൂസിക്കും ഇൻസ്ട്രുമെന്റും ഒരേപോലെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തല്ലോ. പ്രത്യേകം അതിന് കൺഗ്രാറ്റുലേഷൻസ്. നല്ലൊരു കൈയടി എബിന്. താങ്ക് യു. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ, ഈ ഒരു മത്സരവേദിയിൽ, ഗുഡ്നസ് കരോൾ ഉത്സവത്തിന്റെ മത്സരവേദിയിൽ നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു? ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ പെർഫോം ചെയ്യുന്നത്. ആദ്യമായി ഗുഡ്നസ് ടി വിക്ക് തന്നെ ഞങ്ങൾ നന്ദി പറയുന്നു. അമ്മേൻ്റെക്ക് എന്താണ് തോന്നുന്നത്? ഞാനും ആദ്യമായിട്ടൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഗുഡ്നസ് ടി വിക്ക് താങ്ക് യു പറയുന്നു. നല്ല മാർക്ക് ജഡ്ജസ് ഇവർക്ക് കൊടുക്കട്ടെ അല്ലേ? ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ. ഓക്കെ,
താങ്ക് യു സോ മച്ച്. ഗുഡ്നസ് കരോളുത്സവം ഉത്സവം. അനുഗ്രഹീതമായ അധരങ്ങളുള്ളവരാണ് ദേവാലയ ഗായകർ. അവരുടെ ഓരോ ആലാപനങ്ങളും ദൈവസ്തുതി ഗീതനങ്ങളാണ്, പ്രാർത്ഥനകളാണ്. ഇന്നത്തെ ഈ മൂന്നാമത്തെ പെർഫോമൻസ് ഗ്രൂപ്പ് റൗണ്ട് ആണ്. ഗ്രൂപ്പ് റൗണ്ടിൽ പാടാനെത്തുന്നു ലിറ്റിൽ ഫ്ലവർ ഫൊറോന ദേവാലയത്തിലെ ഗായക സംഘം. നിറഞ്ഞ കൈയടികളോടെ നമുക്ക് അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹലോ ടീം. ഹലോ. സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും? സുഖമായിട്ടിരിക്കുന്നു. ഹാപ്പി ആണോ? ഹാപ്പിയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു നിങ്ങളുടെ കോസ്റ്റ്യൂം. ഈ സ്റ്റേജ് മൊത്തം നിറഞ്ഞു നിൽക്കുകയാണ്. ആരാണ് ഈ ടീമിന്റെ ലീഡർ? ഞാനാണ്. എന്താണ് പേര്? മാരിസ് പിച്ചാക്കോ. എന്ത് ചെയ്യുന്നു? ഞാനൊരു പ്രൊഫഷണൽ ഡാൻസറാണ്. സംഗീതം അതിനൊപ്പം ഞാൻ കൊണ്ടുപോകുന്നു. ഇന്നത്തെ ഈ ഒരു മത്സരവേദിയിൽ ഏത് ഗാനമാണ് ആലപിക്കാൻ പോകുന്നത്? ബത്ലഹേമിലെ പൊൻതാരകം എന്ന ഗാനമാണ് ഞങ്ങൾ ആലപിക്കുന്നത്. ആര് എഴുതിയത്? ജോബി ജോർജ് ആണ്. മധുബാലകൃഷ്ണൻ സാറാണ് പാടിയിരിക്കുന്നത്. ഗുഡ്നസ് കരോൾ ഉത്സവത്തിന്റെ ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു? വളരെ സന്തോഷം. ഞങ്ങളുടെ ഈ മലയോര മേഖലയിൽ ഇത്രയും നല്ലൊരു അവസരം ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഒരുക്കി തന്നതിന് വളരെയേറെ സന്തോഷമുണ്ട്. ദേവാലയ ഗായകരെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിച്ച് ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കുകയാണ് ഗുഡ്നസ് കരോൾ ഉത്സവം. നിങ്ങൾക്ക് ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായി പാടുക. താങ്ക് യു. പാടുന്നു കൺതുറന്നു കാത്തിരിക്കുന്നു. സ്വർഗഗീതം മണ്ണിലുണ്ണി യേശുജാതനായിതാ മണ്ണും വിണ്ണും ആമോദത്താൽ പാടി ഇത് സ്വർഗം നൽകും സ്നേഹ സമ്മാനം ദൂരെ വാനദൂതർ പാടും സ്വർഗഗീതം മണ്ണിലുണ്ണി യേശുജാതനായിതാ മണ്ണും വിണ്ണും ആമോദത്താൽ പാടി ഇത് സ്വർഗം നൽകും സ്നേഹ സമ്മാനം. ലോകം മുഴുവനും കാത്തിരുന്ന നാള് ഇന്നാണ് തിരുനാള് കണ്ണും കാതും ഒന്നായി ചേരുന്ന രാവ് സന്തോഷത്തിൻ തിരുരാവ് യേശു എളിമകൻ തിരുരൂപമാ ഇത്ര സ്നേഹമോടെ എന്നെ വേണം ഉൾക്കൂട്ടിൽ പൂജാതനാ ദൂരെ വാന
സ്വർഗം നൽകും സ്നേഹ സമ്മാനം. ദൂരെ വാനദൂതർ പാടും സ്വർഗഗീതം. മണ്ണിലുണ്ണി യേശുജാതനായിതാ. ആഹാ മണ്ണും വിണ്ണും ആമോദത്താൽ പാടി. ഇത് സ്വർഗം നൽകും സ്നേഹ സമ്മാനം. മാനവരെല്ലാം ഒന്നായി ചേരും സ്വർഗീയ നിമിഷമിതാ. ലോകം മുഴുവനും ആനന്ദത്തോടെ ചേരുന്ന സുദിനമിതാ. ഇനി ഭീതി വേണ്ട, ശാന്തിയേക നാഥനിതാ വരവാ. മനസ്സിന്റെ ഇരുളുകൾ നീക്കുവാണ് ഇമ്മാനുവേൽ ജാതനാ. ബെത്ലഹേമിൽ പൊൻതാരകം കൺതുറന്നു കാത്തിരിക്കുന്നു. മാലാഖമാർ ആമോദരാൽ കീർത്തനങ്ങളേറ്റുപാടുന്നു. മഞ്ഞു പെയ്യും ഈ തിരുരാവിൽ താരകങ്ങൾ പാടി. ഇനിയില്ല ഇരുളലയൊന്നും, ലോകത്തിൻ ദീപമിതാ. ദൂരെ വാനദൂതർ പാടും സ്വർഗഗീതം. മണ്ണിലുണ്ണി യേശുജാതനായിതാ. ആഹാ മണ്ണും വിണ്ണും ആമോദത്താൽ പാടി. ഇത് സ്വർഗം നൽകും സ്നേഹ സമ്മാനം. ദൂരെ വാനദൂതർ പാടും സ്വർഗഗീതം. മണ്ണിലുണ്ണി യേശുജാതനായിതാ. ആഹാ മണ്ണും വിണ്ണും ആമോദത്താൽ പാടി. ഇത് സ്വർഗം നൽകും സ്നേഹ സമ്മാനം. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Dashing through the snow in a one-horse open sleigh. All the fields we go, laughing all the way. Bells on bobtails ring, making spirits bright. What fun it is to laugh and sing a sleighing song tonight. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. പാട്ടിലുള്ളതുപോലെ തന്നെ എല്ലാവരും ചിരിച്ച് സജീവമായി പാടി. കേൾക്കാൻ നല്ല സുഖമുള്ള ഗാനമാണ് നിങ്ങൾ പാടി തീർത്തത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നന്നായിരുന്നു എന്ന് തോന്നി. വലിയ കുഴപ്പമില്ലാതെ എല്ലാവരും തന്നെ നമ്മുടെ സമയപരിമിതിക്കുള്ളിൽ പ്രാക്ടീസ് ചെയ്ത് ഇവിടെ പെർഫോം ചെയ്തതാണിത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. ഇനി ജഡ്ജസിന്റെ റിസൾട്ടിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അല്ലേ? പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഗുഡ്നസ് കരോൾ ഉത്സവം ഉത്സവം. ഗുഡ്നസ് കരോൾ ഉത്സവം പള്ളികളിലേക്കുള്ള ക്രിസ്മസ് റൈഡിന്റെ 3 വാശിയേറിയ മത്സരങ്ങളും ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തത് വെള്ളരിക്കുണ്ട് ദേവാലയത്തിലെ ഇടവക ജനം ഒരുക്കുന്ന കലാസന്ധ്യ. ആദ്യത്തെ പെർഫോമൻസ് പരിചമുട്ടുകളിയാണ്. നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാം. എൻ ഗുരുവാകുന്ന എൻ ഗുരുവേ ഞാൻ വന്ദിക്കുന്നേ. ഏറ്റമേറ്റമരുൾ ചെയ്തിങ്കൽ അരങ്ങിൽ വന്നേ.
ആ ബാലരാം ഞങ്ങളിന്നാടിപ്പാടി കളിക്കുമ്പോൾ വാളിനും പരിചയ്ക്കും വന്നൊരു വരം നൽകണമേ. ആ ബാലരാം ഞങ്ങളിന്നാടിപ്പാടി കളിക്കുമ്പോൾ ഈ വാളിനും പരിചയ്ക്കും വന്നൊരു വരം നൽകണമേ. തിത്തിത്തരികിട തിമൃത തരികിട തേയ്ത ആ ദാ വിളകും പന്തലിൽ കളിയാടണ ചെറുബാലരെ, ദാ വിളകും പന്തലിൽ കളിയാടണ ചെറുബാലരെ. ആട്ടം പാട്ടം പരിചമുട്ടുകളോടെ വന്ന് കളിക്കലാം, ആട്ടം പാട്ടം പരിചമുട്ടുകളോടെ വന്ന് കളിക്കലാം. പൊൻപരിചയും വാളും എന്തി കളിക്കുന്ന ചെറുബാലരെ, പൊൻപരിചയും വാളും എന്തി കളിക്കുന്ന ചെറുബാലരെ. ഇത്തായിന്ത തരികിടത മൃത തെയ്താതിന്ത തെയ്ത ഗുരുവയുണ്ണിമിസിഹായെ കളിയാടുവാൻ തുണ ചെയ്യണേ, ഗുരുവയുണ്ണിമിസിഹായെ കളിയാടുവാൻ തുണ ചെയ്യണേ. അടവും ചുവടും പയറ്റി ഞങ്ങൾ കളി തുടങ്ങട്ടെ ഗുരുക്കളെ, അടവും ചുവടും പയറ്റി ഞങ്ങൾ കളി തുടങ്ങട്ടെ ഗുരുക്കളെ. തകിടത്തിത്തോം തകിടത്തിത്തോം താത്ത എന്തൊക്കെ തക തരികിട ഇത്തായിന്ത തരികിടത മൃത തെയ്താതിന്ത തെയ്ത. ആദത്തെ സൃഷ്ടിച്ചങ്ങ് ഏതനിലാക്കിയിടണം, ആദത്തെ സൃഷ്ടിച്ചങ്ങ് ഏതനിലാക്കിയിടണം. ഏതനിൽ ജീവിപ്പാൻ സ്ത്രീ വേണം കൂട്ടായി വേണം, ഏതനിൽ ജീവിപ്പാൻ സ്ത്രീ വേണം കൂട്ടായി വേണം. നിദ്രയില്ലാതെ തിന്നസ്ഥിയിൽ ഒന്നെടുത്ത് സ്ത്രീയായി ചമച്ചിട്ട് ഹൗവ എന്ന പേരുമിട്ടു. നിദ്രയില്ലാതെ തിന്നസ്ഥി ഒന്നെടുത്ത് സ്ത്രീയായി ചമച്ചിട്ട് ഹൗവ എന്ന പേരുമിട്ടു. തകിടത്തിത്തോം തകിടത്തി താത്ത എന്തൊക്കെ തക തരികിട ഇത്തായിന്ത തരികിടത മൃത തെയ്താതിന്ത തെയ്ത. കൊക്കെല്ലാം പറന്നുപോയി പുഞ്ചക്കണ്ടം തന്നിൽ കൊത്തിയിട്ടും പറത്തിയിട്ടും തിന്നുന്ന കൊക്കെ, അതിലൊരു തവിട്ടുകൊക്ക് വെള്ളക്കൊക്ക്. അതിലിപ്പം നമുക്കിപ്പം പോകാൻ വലിയൊരു മരത്തിന്മേൽ, വലിയൊരു മരത്തിന്മേൽ ചെറിയൊരു കൊമ്പിൽ വലുപ്പത്തിൽ കൂടും വെച്ചിരിക്കുന്ന കൊക്കെ. അന്നേരം വരുന്നുണ്ട് ധിക്കരകാരന്മാരക്കാർ. തകിടത്തിത്തോം തകിടത്തിത്തോം താത്ത എന്തൊക്കെ തക തരി ഇത്തായിന്ത തരികിടത മൃത തെയ്താതിന്ത തെയ്ത. കരുണാമയനാമീശോയെ കനിവോട് നീ തുണ ചെയ്യണമേ. കടലിൽ താണൊരു തോണീത കരയിൽ കയറ്റിയ മിശിഹായെ, എന്നെ നിർത്തിയ കൂട്ടത്തിൽ ഇനിയും 2 പേരുണ്ടല്ലോ, അവരെ തിരികെ വിളിക്കണമേ. അപരാധങ്ങളകറ്റണമേ. കരുണാമയനാമീശോയെ കനിവോട് നീ തുണ ചെയ്യണമേ. കടലിൽ താണൊരു തോണീത കരയിൽ കയറ്റിയ മിശിഹായെ, എന്നെ നിർത്തിയ കൂട്ടത്തിൽ ഇനിയും 2 പേരുണ്ടല്ലോ, അവരെ തിരികെ വിളിക്കണമേ. അപരാധങ്ങളകറ്റണമേ. തകിടത്തിത്തോം തകിടത്തിത്തോം താത്ത എന്തൊക്കെ തക തരി ഇത്തായിന്ത തരികിടത മൃത തെയ്താതിന്ത തെയ്ത. ചെമ്പിടുമ്പുകൾ മാൻ പുറത്തൊരു ചെമ്പകം പോൽ തിത്തെയ്താളം, ചെമ്പകം പോൽ തരികിടം മെച്ചം. പൂത്ത പൂമണം നാടനെങ്കിലും വാട വിഷണം താരിത്രതും ദേ, പൂത്ത പൂമണം നാടനെങ്കിലും വാട വിഷണം താരിത്രതും ദേ. തകിടത്തിത്തോം തകിട താത്ത എന്തൊക്കെ തക തരികിട ഇത്തായിന്ത തരികിടത മൃത തെയ്താതിന്ത തെയ്ത. വോമദേശം വാണരുളും ധീരനായ യോധാവേ, വാഴ്ത്തിടുന്നു നിന്നെ ഞാൻ ഗീവർഗീസത്തിന്തക. എന്നും എന്നും എന്നുടെ കാഴ്ചക്കായ കന്യകെ, കാഴ്ചക്കായി കൽപ്പിച്ചു ക്രൂരനായ സർപ്പത്താൻ. സർപ്പത്തിൻ കൽപ്പന പാലിച്ചൊരു രാജാവ് തന്നെ മകളെ തന്നെ സർപ്പത്തിനായി കാഴ്ചയേകി. കണ്ണീരൊഴുക്കിയ രാജാവിൻ പുത്രിയെ ദൈവത്തെ വിളിച്ച് ഞങ്ങൾ യാത്ര ചോദിച്ചു. തകിടത്തിത്തോം തകിടത്തിത്തോം താത്തരികിട തക തരികിട ഇത്തായിന്ത തരികിട തെയ്താതിന്ത തെയ്ത. അക്കാലം ബാവ തൻ്റെ മക്കളിൽ 10 പേരും ബാവ തന്നരികത്തു വാഴുന്നു 2 മക്കൾ. അക്കാലം ബാവ തൻ്റെ മക്കളിൽ 10 പേരും ബാവ തന്നരികത്തു വാഴുന്നു 2 മക്കൾ. തകിടത്തിത്തോം തകിടത്തി താത്ത എന്തൊക്കെ തക തരികിട ഇത്തായിന്ത തരികിട തെയ്താതിന്ത തെയ്ത. മരനാരു തിട്ട മലയാറ്റൂർ ചിന്തകതിത്തെ പൊങ്കുരേഷ് കണ്ടോരു മലമുകൾ ചിന്തകതിത്തെ നായാട്ടു കാരാവർ നാരിക്കാർ ചിന്തകതിത്തെ നായാടി ചെന്നപ്പോൾ കണ്ട കുരിശേ ചിന്തകതിത്തെ തകിടത്തിത്തോം തകിടത്തിത്തോം താത്ത തക തരികിട ഇത്തായിന്ത തരികിട തെയ്താതിന്ത തെയ്ത. ഗീവന്മാർ വാഴ്ക വാഴ്ക വാഴുന്ന ഗീവർഗീസെ, ഗീവന്മാർ വാഴ്ക വാഴ്ക വാഴുന്ന ഗീവർഗീസെ വാഴുന്ന. കുതിരയിലേറി നായാടാൻ പോയൊരു നേരം വാഴുന്ന, കുതിരയിലേറി നായാടാൻ പോയൊരു നേരം ഞങ്ങളിതാ കൈതോടുന്നേ കുതിരയുടെ കാലിൽ ചുറ്റി. ഞങ്ങളിതാ
കൈതൊഴുന്നേ കുതിരയുടെ കാലി ചുറ്റി തകിടതിത്തോം തകിടതിത്തോം താത്തയന്തക തകതരി ഇത്തായിന്ത തരികിടതുമ്പത തെയ്താതിന്ത തെയ്ത തന്തിന്നോം താനിക തന്തിന തന്തിന്നോം താനിക തന്തിന തന്തിന്നാനോം തക തന്തിന്നാനോ ഹേയ് പഞ്ചവർണ്ണങ്ങൾ വെടിഞ്ഞുള്ള വായ പഞ്ചവർണ്ണ കിളി വന്നരുൾ ചെയ്തു പഞ്ചസാരപ്പാലും തേനും പുലാവും തെങ്കാശിക്കൊത്തതൻ കഥകളും ചൊല്ലാം തത്തമ്മയ്ക്കൊത്തതൻ ഭോജനമേകി തത്ത ഭോജിച്ചു പറഞ്ഞു തുടങ്ങേ തകിടത്തിത്തോം താത്ത എന്തക തകതരി ഇത്തായിന്ത തരികിടത് മൃത തെയ്താതിന്ത തെയ്ത വടക്കു കിഴക്കു നല്ല മാരന്നൂർ കാട്ടിൽ തിമൃതേ മറിഞ്ഞൂരിൽ വെട്ടി നല്ല മുന്നാവീതച്ചു തിമൃതേ മുന്നാവീതച്ചു നല്ല വേലി അതിൽ കെട്ടി തിമൃതേ വേലിക്കകത്ത് നല്ല പാമ്പിൻ കൂടാരം തിമൃതേ ആടാടുക പാമ്പേ വളഞ്ഞാടാടുക പാമ്പേ പാമ്പേ വേലിന്മേ പാമ്പേ വളഞ്ഞാടാടുക പാമ്പേ പാമ്പേ ചേലിന്മേ പാമ്പേ വളഞ്ഞാടാടുക പാമ്പേ പാമ്പേ ചേലിന്മേ പാമ്പേ വളഞ്ഞാടാടുക പാമ്പേ പാമ്പേ തകിടത്തിത്തോം താത്തയന്തക തക തരികിട ഇത്തായിന്ത തരികിട മൃത തെയ്താതിന്ത തെയ്ത ലിംഗനല്ലോ മനല്ലോകരുടെ മുൻപിൽ ഞങ്ങൾ കളിയാടി തക തക ആടിക്കളി കഴിഞ്ഞങ്ങൾ ഗുരുവിൻ്റെ പാദകം ചൂടി അങ്ങനെ ലിംഗനല്ലോ മനലോകരുടെ മുൻപിൽ ഞങ്ങൾ കളിയാടി തക തക ആടിക്കളി കഴിഞ്ഞങ്ങൾ ഗുരുവിൻ്റെ പാദകം ചൂടി അങ്ങനെ ലിംഗനല്ലോ മനലോകരുടെ മുൻപിൽ ഞങ്ങൾ കളിയാടി തക തക ആടിക്കളി കഴിഞ്ഞങ്ങൾ ഗുരുവിൻ്റെ പാദകം ചൂടി അങ്ങനെ ലിംഗനല്ലോ മനലോകരുടെ മുൻപിൽ ഞങ്ങൾ കളിയാടി തക തക ആടിക്കളി കഴിഞ്ഞങ്ങൾ ഗുരുവിൻ്റെ പാദകം ചൂടി ആയിത്തായിന്ത തരികിടത് മൃത തെയ്താതിന്ത തെയ്ത. മലയാളികളുടെ സംസ്കൃതിയുടെ അവിഭാജ്യ ഘടകമാണ് പരിചമുട്ടുകളി. ആദ്യ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഭാരതത്തിലെ ക്രൈസ്തവരുടെ ജീവിതം വ്യക്തമാക്കുന്ന ഒരു കളിയാണ് പരിചമുട്ടുകളി. നമുക്ക് മുൻപിൽ അവതരിപ്പിച്ച KCYM യുവജനങ്ങൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. നല്ലൊരു കയ്യടി. ഗുഡ്നസ് കരോൾ ഉത്സവം ഉത്സവം. അടുത്ത പെർഫോമൻസ് KCYMലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന മാർഗം കളിയാണ്. നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാം. മേക്കണേ ദാ പീലിയൂ മായിൽ മേൽത്തോന്നും മേനിയും തെയ്തേ പിടിത്തതണ്ടും കൈയും മെയ്യും എന്നേക്കും വാഴ്കവേ തെയ്തേ വാഴ്ക വാഴ്ക നമ്മുടെ പരീക്ഷയെല്ലാം ഭൂമിമേൽ തെയ്തേ വഴി കൂറായ്ന ഡക്ക വേണ്ടി വന്നവരോ നാമെല്ലാം തെയ്തേ അഴിവു കാലം വന്നടുത്തു അലയുന്ന നിൻ മക്കളെ തെയ്തേ അഴിയായി വണ്ണം കാത്തരുൾവാൻ കഴിവു പേശുക മാർത്തുമൻ തെയ്തേ പട്ടുടൻ പണിപ്പുടവ പവിഴമുത്തു മാലയും തെയ്തേ അലങ്കരിച്ച പന്തലിൽ വന്നുതക വേണം മാർത്തുമൻ തെയ്തേ അലങ്കരിച്ച പന്തലിൽ വന്നെഴുന്തരുൾക മാർത്തുമൻ തെയ്തേ അലങ്കരിച്ച പന്തലിൽ വന്നരുൾ തരെ താകൃതേ തത്താത്ത മൃതത്തെ ഏനതുരച്ചുടൻ അൻപരാജനേകിതു വേഗന അവനോട് തേനോടു പാലുമോ ഒഴുകും നാടത്തെ വരി പട്ടണ മകും ദേശം തേറിയതിന്നുമേ ഇല്ല ഭൂമി ദേ
ചെയ്യും ഭാഗം കണ്ടവരഞ്ചിത്തെളിയും പോലെ കൊണ്ടുപോകണം നീ വേണ്ടും ദ്രവ്യം യാത്ര പുറപ്പെട്ടു നിർവഴി താകൃതിത്തെ തകതീയത്തെ അരുൾ ചെയ്തിതാചാരമേ ഇന്നുമീതെന്നും മോദത്തെ ആരെങ്ങും അതേതെന്നുമോ മുതലതെങ്ങും മോദത്തെ വിധമിതു നീയറിക അരജൻ ചോഴനോദത്തെ വിധി വിഷയം പ്രതിയ അടിയാർ വന്നോദത്തെ കഴിവതിനൗവനമേ എന്നരുൾ ചെയ്ക ഓദത്തെ കരുതിയതീനൊരുവ വഴിയെ പോവാനോദത്തെ ഇവരിതു ചൊന്നതിനു ഉത്തരമൻപാലോദത്തെ ഹിതം വരുമാറരുൾ ചെയ്തിതു മാറിലോദത്തെ ഇടമതിൽ നിന്നൊരു നഴിക മുൻപേ യോദത്തെ ഇടമതിൽ നിന്നൊരു തജ താകൃതിത്തെ തകതീയത്തെ മരമോടു കല്ലുകൾ കനകം വെള്ളി മനമിയലും പഠിച്ചെമ്പുമിരുമ്പും മറ്റും പാലവക വീണ്ടും പണികൾ മഹിമയുടരുമകളെല്ലാം ചെയ്യും മനുവേഗത്തെ ഇമ്പമൊടരുവികൾ തിരുമനസാലെ ഈയൽ വഴുത്തേയും വിശ്വമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുൻപാകെ തക്കിടകിടതകതേ തകതാ തകതാ തകതാത്തേ തിക്കടകിടതകതേ തികിതാ തികിതാ തികിതാത്തേ തക്കിടകിടതകതേ ആ തകതാത്തേ തിക്കടകിടതകതേ ആ തികിതാത്തേ വിശ്വമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുൻപാകെ വിധി പോലെ വാത്ത ഇന്ദത്താത്ത മൃതത്തെ ഇന്നെ നീ കാത്തല്ലോ ഈറ്റങ്ങളേശാതെ തീതി എന്നതും പാഴായി തീകുന്നു ദൈവമേ തീതി നാണമില്ലാതുള്ള നായനുണ്ടാതിക്ക് തീതി നാളിലെ കോളിലെ നന്നായി ചൊല്ലില്ലേ തീതി നാടെല്ലാം കാടല്ലോ നായനെ ചാഴത്ത് തീതി മാറാതെ ഇന്ദുവിൽ മനുഷ്യരല്ലോ തീതി മനുഷ്യരെന്ന പോൽ മാനദാരിൽ ഇല്ലല്ലോ തീതി മറ്റെല്ലാ നാട്ടിലും മാറാതെ ഈ രണ്ടു തീതി മാറാതെ പോലെന്നെ മായൊനെ കൽപ്പിച്ചു തീതി മാറ്റവൻ കൂറ്റനായി മാലൊഴി താകൃതി തെറ്റാതെ മൃതത്തെ ആനന്ദം വരുമാറു മാലാകമാർ ആകാശേ നിന്നിങ്ങു ലോകം ചേർന്നു ആചാര മാടക്കും പോലെ തര ആദായ മൂടി പൊതിയുന്നിപ്പോൾ അതുപോഴുതണ്ണൻ്റെ മുൻപിൽ ചെന്ന് തരാകായാലെന്നവൻ കൈകൾ കൂപ്പി കീർത്തിച്ചു വാഴിപ്പോ ആറിയച്ചറി താര കൃത്യാമിതെല്ലാവർക്കും വേണമെന്ന് പെട്ടോരു മുന്നിവരൻ തന്നെ കണ്ട് തര കുമ്പിട്ടു നിന്നവൻ കേട്ടും നീക്കി
മനഗുണമുടയവനരുളാൻ വാനവർ മഹിമയോടെത്തിയാണഞ്ഞുടനെ മറുതല നെറുകിടും അതിനൊരു തേരതിൽ മംഗലമായവർ പൂകിച്ച് ഇതെത്തെ കൈക്കൊണ്ടവനൊരു ഞൊടിയളവാൽ ചെന്നറിയിച്ചവൻ ചിന്നമാലയ്ക്ക് ഇതെത്തെ കരുണയോടിതു വഴി ചൊൽവതിനഴകാൽ അങ്ങുമിങ്ങും മനം സിതപാരിച്ച് ഇതെത്തെ നലമൊടു പലവ് കിന്നര മഴകാൽ നന്ദനിയും കഴപ്പലതരമേ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തി നന്മ വരും വക പലമൊഴിയൊരു നന്നായി മലക്കുകൾ പുലമ്പിയതേ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തി ഉടമ്പിൽ നിന്നുയരെടുത്താകാശേ ഉയരവനിരുപ്പിടം പുകയിച്ച് ഇതെത്തെ വെച്ച് തനം ഇത് മക്കളും അനുദിനും മരണ വഴിക്ക് നടപ്പവരെ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തി പലക്കുകൾ പുലമ്പിയതേ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തി തിത്തത്താം തികതക തകത തികതത്താം ഗർഗ തിത്തത്താം ഗർഗ തികതത്താ തിത്തത്ത തിത്തമൃതത്തേ. നമ്മുടെ പിതാവായ മാർ തോമാസ് ലിഹായോടുള്ള ഭക്തിയും ആദരവും സ്നേഹവുമെല്ലാമാണ് മാർഗംകളിയിലൂടെ നമ്മൾ പ്രകടിപ്പിക്കുന്നത്. മാർ തോമാസ് ലിഹായെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാർഗംകളി അവതരിപ്പിച്ച എല്ലാ മിടുക്കികൾക്കും നല്ലൊരു കയ്യടി. ഗുഡ്നസ് കരോൾ ഉത്സവം ഉത്സവം. അടുത്ത പെർഫോമൻസ് നമ്മുടെ കുട്ടികളുടെ നാട്യവൈഭവം ഒന്ന് കണ്ടു നോക്കിയാലോ? ആദിശക്തിപതേ വേദനാദസുധേ രാവാഴുമുർവിതൻ ദ്യോതകേ സർവമൂലപ്രകൃതി പ്രജാപതേ തത്വാതീതത്രിയേകനേ ജഗത്സാക്ഷിയേ മൽപ്രണാമം മൽപ്രണാമം. ഭജപാലകുലജാതനവനീശ്വരം ഭജതേ സദാ കന്യമറിയാസുതം കരുണാനിലയമേകഭൂരക്ഷകം ഭജതേ സദാ ക്രിസ്തുദേവ പ്രഭും.
ബദലേമിലേകതാ ഒരു കോട്ടെ ജനനം കൈകാൽ കുടഞ്ഞു ചിരിച്ചൊരു പുണ്യം നിജമർത്യ കുലപാപ വൃന്ദാധികരണം ലോകത്തിൻ പാപത്തെ സ്വയമേറ്റ ചരിതം ഭവനമതൊന്നിൽ അതിരുചിരം തിരുമംഗല ഘോഷം അതിഥികളധികം ഭോജ്യം തുച്ഛം കിംകരണീയം ഹൃദയ ക്ലേശം കരുണാമയതവൻ മൊഴിയുന്നു മമ ചാരേ ചടുതി സമാനയ സുജലം ദിവ്യസ്പർശമതൊന്നാൽ ജലമതു ദ്രാക്ഷാരസമായി മാറ്റി ദേവൻ പൗരപ്രമുഖനാം ശ്രീമോനമേടയിൽ അന്നു നീ അതിഥിയായി ചെന്ന നേരം ഗർവാതിശയമോ വൃഥ മൗഢ്യമോ കഷ്ട ആതിഥ്യമറിയാതെ ശ്രീമോൻ മറന്നു മണ്ണിലടർന്നൊരു താരക പോലൊരു വിശുദ്ധ വേണി നിനരികിലെത്തി കണ്ണുനീരാലെ പദം നനച്ചു ചാരു കുന്തളത്താലതു തുടച്ചു പാവങ്ങളൊക്കെയും നീക്കിയാപതിതയെ പാവനയാക്കി ചമച്ചു അവളെ കല്ലെറിയാൻ വന്ന കൂട്ടരോടോടി പാപിയല്ലാത്തവർ കല്ലെറിയൂ നിന്റെ കാൽപ്പാടുകൾ പിന്തുടർന്നെത്തി 12 പേർ നിന്റെ ശിഷ്യരായി 12 പേരും ഒന്നിച്ചു നീ ലോകത്തിൽ പാപമുക്തിക്കായി അലഞ്ഞലഞ്ഞു 12 പേർക്കും തനിക്കുമൊപ്പം വെള്ളി താമ്പാളത്തിൽ നീ വിളമ്പി ഭോജ്യം അന്തിമ ഭോജന വേളയിൽ അരുളി ഇതിലൊരുവൻ ഒട്ടിക്കൊടുക്കുമെന്നേ ചുംബനം കൊണ്ട് അഭിജ്ഞാനമേകി ഗുരുവിനെ ഒറ്റിക്കൊടുത്തു ശിഷ്യൻ 30 വെള്ളിക്കാശിനായി ലോകത്തിൽ ആദ്യത്തെ വഞ്ചകനായുദാസ് മുൾമുടി അണിഞ്ഞും മരക്കുരിശേന്തിയും കാൽവരിയിലെ കഥ മഹിഷന്റെയാനം ചാട്ടവാർ അടിയേറ്റു പിടയുന്നു നാഥൻ രക്തവും കണ്ണീരും ഒഴുകുന്ന പാത ഓടി വന്നെത്തിയ കണ്ണീരു കൈലേസിലൊപ്പി വൈറോനിക്ക എന്ന പാപം എന്തത്ഭുതം കൊച്ചു തൂവാലയിൽ പതിക്കുന്നത് ദേവേശ നിന്തിരുമുഖം കൈകാലില്ലാഞ്ഞടിച്ചാണി തറച്ച നന്മയെ കുരിശിലേറ്റുന്ന തിന്മ മടിയിൽ മകനെ കിടത്തി വിലാപത്തിൽ മിഴിവാർന്ന പ്രതിമ പോൽ പാവമമ്മ
ഗിരികൾ പിളർന്നു വസുന്ധര കുലുങ്ങി ദേവാലയ തിരശീല കീറി സ്വർഗീയ ദൂതൻ ഒരാൾ വന്നു കല്ലറ തുറന്നു മൂന്നാം ദിനം ഉത്ഥാനമായി ശുഭ്രവസ്ത്രാംഗിത നിത്യമേഘം പോലെ വാനിലലിഞ്ഞു സ്നേഹമൂർത്തി. കാരുണ്യം ഉടൽ പൂണ്ടൊരു നാഥ യേശുനാഥ, മർത്യന്റെ പാപങ്ങൾ ഹരിച്ച നാഥ യേശുനാഥ, കടലിന്റെ മീതെ നടന്ന നാഥ ശ്രീ യേശുനാഥ, ആരെനിക്കഭയമന്യേശുനാഥ ലോകനാഥ. വചനം സത്യമാണ്, ജീവനാണ്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഏടുകളിലൂടെ ഒരു മനോഹരമായിട്ടുള്ള ബൈബിൾ ദൃശ്യാവതരണം നമുക്ക് ആസ്വദിക്കാം. യോസേപ്പ് ശിശുവിനെയും അമ്മയും കൂട്ടി എത്രയും വേഗം ഈജിപ്തിലേക്ക് പുറപ്പെടുക. ശിശുവിന്റെ ജീവൻ അപകടത്തിലാകും. മറിയം, നമുക്ക് പുറപ്പെടാം. ആകയാൽ ബെത്ലഹേമിലെയും സമീപ പ്രദേശങ്ങളിലെയും 2 വയസ്സിൽ താഴെ പ്രായമുള്ള മുഴുവൻ ആൺകുട്ടികളെയും ശിരച്ഛേദം ചെയ്ത് വധിക്കുവാൻ ഹേറോദേസായ നാം കൽപ്പന പുറപ്പെടുവിക്കുന്നു. ജീവൻ വേണേ രക്ഷപ്പെട്ടോ, ഇല്ലെങ്കിൽ നിന്റെ കുഞ്ഞിന്റെ ഗതി തന്നെ നിൽക്കും. കൊന്നുകളഞ്ഞു. ആ ദുഷ്ടന്മാർ എന്റെ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു. ദൈവമേ, എത്രയോ നാളുകളുടെ പ്രാർത്ഥനയുടെയും കാത്തിരിപ്പിന്റെയും ഫലമായി എനിക്ക് കിട്ടിയ പൊന്നോമന കുഞ്ഞിനെ അവര് കൊന്നു കളഞ്ഞു. കണ്ടു കോതി തീർന്നില്ല ഞാൻ. ദൈവമേ, ഞാനിതെങ്ങനെ സഹിക്കും? ദൈവമേ, എനിക്ക് ഈ വേദനകളൊക്കെ തന്നത്
ദൈവവൈതലിനെ ദർശിക്കാൻ മാത്രം പുണ്യമോ എന്റെ ഈ ജന്മം? സഫലമായി എന്റെ ജീവിതം. അങ്ങനെ ഇതാണ് വഴി. വേഗം രക്ഷപ്പെട്ടോളൂ, ആ ദുഷ്ടന്മാർ കാണുന്നതിന് മുമ്പേ. നമ്മുടെ ദൗത്യമേഖലയിൽ ഒരു ശിശു പോലും രക്ഷപ്പെടരുത്. ഹേറോദേസ് തിരുമനസിന് ഭീഷണിയായി ഒരു പുൽക്കൊടിയെങ്കിലും തലപൊക്കിയാൽ അത് നമ്മൾ അരിഞ്ഞു വീഴ്ത്തിയിരിക്കും. ഒരു ശിശുവിന്റെ കരച്ചില ഞാൻ കേൾക്കുന്നത്. നമ്മുടെ ബാൽമുനിയിൽ നിന്ന് രക്ഷപ്പെട്ടവർ ഇനിയും ഇവിടെ ഉണ്ടെന്നോ? വിടരുത്. നീ അതുവഴി പോകൂ, ഞാൻ ഈ വഴി പോകാം. ഓഹോ, കുഞ്ഞിനെ കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടാമെന്ന് കരുതിയല്ലേ? കാലം കാത്തിരുന്ന രക്ഷകൻ. ഇല്ല, ഇവൻ വധിക്കപ്പെടേണ്ടവനല്ല, വളരേണ്ടവൻ, വിധികർത്താവ്. ലോകരക്ഷകന് വഴിയൊരുക്കുവാൻ ദൈവം ഈ എളിയവനെയും തെരഞ്ഞെടുത്തുവല്ലോ. സഹോദര, എത്രയും വേഗം ഇതുവഴി രക്ഷപ്പെടുക. ഏതാനും കാതമകലെ ഈജിപ്ത് നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. അവർ രക്ഷപ്പെട്ടോ? ഞാൻ കണ്ടു. പ്രവചനങ്ങളുടെ പൂർത്തീകരണമായ ദൈവ പൈതലിനെ ഞാൻ കണ്ടു. അവനെ ദർശിക്കാൻ ഭാഗ്യം ലഭിച്ച എന്റെ കണ്ണുകൾ എത്ര ഭാഗ്യമുള്ളവ. സഹോദര, ഒരു നിരപരാധിയുടെയും രക്തം ഇനി എന്റെ ഈ വാളിൽ പുരളുകയില്ല. ശിക്ഷയായി ഹേറോദേസ് എന്ത് തന്നെ വിധിച്ചാലും, അതെന്റെ മരണമാണെങ്കിൽ പോലും അതും ഒരു ഭാഗ്യമായി ഞാൻ കരുതും. ആ ശിശു എവിടെയാണ്? ആ ശിശുവിനെ എനിക്കും കാണണം. ധനുമാസമഞ്ഞിലെ ക്രിസ്തുമസ് നാളിൽ കാരുണ്യനാഥൻ അവതരിച്ചു. മനുജകുലത്തിനു രക്ഷയായി തീരാൻ പാരിന്റെ നാഥൻ അവതരിച്ചു. അങ്ങേക്കു നൽകുവാനൊന്നുമില്ലെങ്കിലും, അങ്ങേക്കു നൽകുവാനൊന്നുമില്ലെങ്കിലും എന്റെ ഉള്ളം ഞാൻ കാഴ്ചയേകാം. ഗുഡ്നസ് കരോൾ ഉത്സവം, ഉത്സവം. ഗുഡ്നസ് കരോൾ ഉത്സവം പള്ളികളിലേക്കുള്ള ക്രിസ്മസ് റൈഡിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഈ ലാസ്റ്റ് എപ്പിസോഡിനെ ധന്യമാക്കുവാനായിട്ട് ഗുഡ്നസ് ടിവിയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ റെവറൻഡ് ഡോക്ടർ അലക്സ് ചാലങ്ങാടി VC ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു അലക്സ് അച്ഛനെ. അലക്സ് അച്ഛനോടൊപ്പം ഈ ഇടവകയുടെ വികാരി റെവറൻഡ് ഫാദർ ജോൺസൺ അച്ഛനെയും അസിസ്റ്റന്റ് വികാരിയായ ജിൻഡോ അച്ഛനെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഗുഡ്നസ്
കരോൾ ഉത്സവത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി അലക്സച്ച ഒരു ക്രിസ്മസ് സന്ദേശം, അതോടൊപ്പം ഗുഡ്നസ് കരോൾ ഉത്സവത്തെ പറ്റിയും. കഴിഞ്ഞ 23 ദിവസങ്ങളായി ഗുഡ്നസ് കരോത്സവം പള്ളികളിലേക്ക് ഒരു ക്രിസ്മസ് റൈഡ്, ഈ ക്രിസ്മസ് വാഹനം യാത്ര ചെയ്യുകയായിരുന്നു. 23 ദേവാലയങ്ങളിലും ഗുഡ്നസ് വാഹനത്തിന് ലഭിച്ച ഉജ്ജ്വലമായ സ്വീകരണത്തിന് ഈ 23 ദിവസങ്ങളിൽ ക്രിസ്മസ് കരോത്സവത്തിൽ പങ്കെടുത്ത എല്ലാ ദേവാലയങ്ങൾക്കും പ്രത്യേകമായി നന്ദി പറയുകയാണ്. വളരെ സ്നേഹോജ്വലമായ സ്വീകരണമാണ് ഈ കരോൾ ഉത്സവം വണ്ടിക്ക് ലഭിച്ചത്. അത് ഈ കരോൾ ഉത്സവം വണ്ടിക്കല്ല, പകരം നിങ്ങളുടെ ഇടവക ദേവാലയത്തിലേക്ക് ഗുഡ്നസ് പ്രേക്ഷകരെ നിങ്ങൾ സ്വീകരിക്കുകയായിരുന്നു. ഈ ഗുഡ്നസ് കരോൾ ഉത്സവം ലോകം മുഴുവൻ കാണുമ്പോൾ അവരെ ഓരോരുത്തരെയും നിങ്ങളുടെ ഈ ഇടവക ദേവാലയത്തിലേക്ക് നിങ്ങൾ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുകയായിരുന്നു. അവരുടെ എല്ലാവരുടെയും പേരിൽ, എല്ലാ ഗുഡ്നസ് പ്രേക്ഷകരുടെ പേരിലും പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ്. ഇത് ഒരു യാത്രയായിരുന്നു. ക്രിസ്മസ് ഒരു യാത്രയാണ്. ആദ്യത്തെ ക്രിസ്മസ് അതും ഒരു യാത്രയായിരുന്നു. ദൈവപുത്രനായ യേശുക്രിസ്തു മനുഷ്യനായുള്ള ഒരു യാത്ര, മനുഷ്യനാകാൻ വേണ്ടിയുള്ള യാത്രയാണ് ആദ്യത്തെ ക്രിസ്മസ് എങ്കിൽ, നാം ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും ദൈവത്തിലേക്കുള്ള യാത്ര നടത്തേണ്ടവരാണ്. ദൈവത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യണം. ദൈവത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ നമ്മളുടെ കൂടെ സഹവസിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാരുടെ ഇടയിലേക്കും യാത്ര ചെയ്യണം. അതുകൊണ്ട് ക്രിസ്മസ് നമുക്ക് നൽകുന്ന സന്ദേശം ഒരു യാത്രയുടെ സന്ദേശമാണ്. നമ്മൾ ഓരോരുത്തരും യാത്ര ചെയ്യണമെന്ന് ഈ ക്രിസ്മസ് ആഘോഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവപുത്രൻ ഈ മനുഷ്യനായി ലോകത്തിലേക്കുള്ള യാത്ര നടത്തിയെങ്കിൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തിലേക്ക്, ദൈവസന്നിധിയിലേക്ക് യാത്ര ചെയ്യണം. ഒപ്പം തന്നെ നമ്മളുടെ കൂടെ വസിക്കുന്ന നമ്മുടെ സഹസഹോദരങ്ങളെ കൂടി ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ സാധിക്കണം. ഈ 2023 ക്രിസ്മസ് ആഘോഷം നാം നടത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് യാത്ര ചെയ്യാം, ദൈവത്തിലേക്ക് യാത്ര ചെയ്യാം, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് നടന്നെടുക്കാം, ദൈവാനുഭവത്തിൽ നമുക്കായിരിക്കാം, നമ്മുടെ സഹോദരങ്ങളുടെ ഇടയിലേക്ക് നമുക്ക് സഞ്ചരിക്കാം. അവരുടെ വേദനകളിലേക്ക്, അവരുടെ ദുഃഖങ്ങളിലേക്ക്, അവരുടെ പ്രയാസങ്ങളിലേക്ക്, അവരുടെ സന്തോഷങ്ങളിലേക്കും നമുക്ക് യാത്ര ചെയ്യാം. അങ്ങനെ ക്രിസ്മസ്, ഈ യാത്രയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ നിവൃത്തിയാകട്ടെ. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടുകൂടെ ആശംസിക്കുകയാണ്. വളരെ പ്രത്യേകമായി ഈ വെള്ളരിക്കുണ്ട് ദേവാലയത്തിൽ നിങ്ങൾ നൽകിയ ഈ വളരെ ശ്രേഷ്ഠമായ സ്വീകരണം, അതിന് പ്രത്യേകമായി നന്ദി പറയുന്നു. വികാരിയച്ഛൻ ജോൺസൺ അച്ഛനും കൊച്ചച്ഛനും, അതുപോലെ തന്നെ ഇവിടെയുള്ള സിസ്റ്റേഴ്സ്, പള്ളി കൈക്കാരന്മാർ, വൈസ് പ്രസിഡന്റ്, അങ്ങനെ പള്ളിയുമായി ബന്ധപ്പെട്ട എല്ലാ ഭാരവാഹികൾക്കും, വളരെ പ്രത്യേകമായി ഇടവക ജനങ്ങൾക്കും കൊച്ചുമക്കൾക്കും, അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ കലാപരിപാടികൾ സംഘടിപ്പിച്ച കൊച്ചു മിടുക്കന്മാരും മിടുക്കികൾക്കും പ്രത്യേകമായി എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. എല്ലാവർക്കും ക്രിസ്മസിന്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗുഡ്നസ് കരോൾ ഉത്സവത്തിന്റെ എല്ലാ പ്രേക്ഷകരുടെയും പേരിലുള്ള ക്രിസ്തുമസ് മംഗളങ്ങൾ അച്ഛനും നേരുന്നു. വികാരി അച്ഛാ, ഇന്നത്തെ ഈ ഒരു ഗുഡ്നസ് കരോൾ ഉത്സവത്തിന്റെ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ഞങ്ങളുമായി ഒന്ന് പങ്കുവെക്കാമോ? തീർച്ചയായും. തികച്ചും വിചാരിക്കാത്ത തരത്തിലുള്ള ഒരു അനുഭവമാണ് എനിക്കും എൻ്റെ ഇടവക ജനത്തിനും ഇവിടെ അനുഭവിക്കേണ്ടി വന്നത്. ഇത് ഒരു ദൈവകൃപയുടെ
സായാഹ്നമായിരുന്നു, നിമിഷങ്ങളായിരുന്നു. ഓരോ പ്രാവശ്യവും ഈ ദൈവജന ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു, എന്താണ് അടുത്ത് വരാൻ പോകുന്നത്. ഓരോ പ്രാവശ്യം ഒന്നൊന്ന് മാറി മാറി വരുന്നതനുസരിച്ച് ഓരോരുത്തരുടെ കണ്ണുകളിൽ തിളക്കം വളരെ വ്യക്തമായി പ്രകടമായിരുന്നു. തികച്ചും നവ്യ അനുഭവമായിരുന്നു. പ്രത്യേകിച്ചും ഈ മലബാറിൻ്റെ മലയിടയ്ക്ക് താമസിക്കുന്ന ഈ ജനങ്ങൾക്ക് ഒരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് തികച്ചും വ്യത്യസ്തമായിരുന്നു. ഹൃദ്യമായിരുന്നു. നന്ദി. അച്ഛൻ്റെ വലിയ സപ്പോർട്ട് ഇവിടെ ഗ്രൂപ്പ് സോങ്ങിനും എല്ലാ പരിപാടിക്കും ഉണ്ടായിരുന്നു. ഗ്രൂപ്പ് സോങ്ങിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരും നിറ കണ്ണുകളോടുകൂടിയാണ് വികാരി അച്ഛൻ്റെ ആ സപ്പോർട്ടിനെ കുറിച്ച് നമ്മളോട് സംസാരിച്ചത്. അച്ഛനും ഒത്തിരി നന്ദി അച്ഛാ. ജിൻഡു അച്ഛാ, ഗുഡ്നസ് കരോൾ ഉത്സവത്തെ പറ്റി അച്ഛൻ എന്താണ് പറയാനുള്ളത്? വികാരിയച്ഛൻ പറഞ്ഞതുപോലെ വളരെ സന്തോഷത്തിൻ്റെ ഒരു ദിവസമായിരുന്നു ഞങ്ങളെല്ലാവരെയും സംബന്ധിച്ച്. കാരണം ഞങ്ങളുടെ കുട്ടികൾക്ക് വലിയൊരു സദസ്സ് ഇവിടെ കലാപരിപാടികൾ അവതരിപ്പിക്കുവാനായിട്ട് ലഭിച്ചു. ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളെക്കാട്ടിലും ഉപരിയായിട്ട് ഈ കേരളത്തിലെ ഒരുപാട് ജനതകൾ ഞങ്ങളുടെ കുട്ടികളുടെ കലാപരിപാടികൾ, അവരോടൊപ്പം മുതിർന്നവരുടെ കലാപരിപാടികളൊക്കെ കാണാനായിട്ട് അവർക്ക് ലഭിച്ച ആ ഒരു അവസരത്തിൽ കുട്ടികളോടൊപ്പം അവരുടെ മാതാപിതാക്കളും ഞങ്ങളെ ഇടവകക്കാരെല്ലാം ഒരുപാട് സന്തോഷമാണ്. ഞങ്ങൾക്ക് ഈ ഒരു അവസരം നൽകിയ ഗുഡ്നസ് ടിവിക്ക് ഏറെ സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. താങ്ക് യു. ഗുഡ്നസ് കരോൾ ഉത്സവം പള്ളികളിലേക്കുള്ള ക്രിസ്മസ് റൈഡിന് നിങ്ങൾ എല്ലാവരും നൽകിയ സ്വീകാര്യതയും വിജയവും വലുതാണ്. ഈ ഒരു ക്രിസ്മസ് വേളയിൽ നമുക്ക് അത് ആഘോഷിക്കാം. കേക്ക് മുറിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇത് ആഘോഷിക്കാം. ഫാദേഴ്സ് പ്ലീസ്. സന്തോഷം കൊണ്ടാടാം ക്രിസ്മസിൻ നാളായേ, ആടാനും പാടാനും ഗുഡ്നസിൻ ഉത്സവം. കുളിരു പെയ്യും രാവിലുണ്ണി യേശുജാതനായി എന്ന ഭക്തമന്നിനേകിരുന്നു മംഗളം. സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും നിമിഷമാണ് ഇത്. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി. താങ്ക് യു ഫാദേഴ്സ്. ഗുഡ്നസ് കരോൾ ഉത്സവത്തിന് ലഭിച്ച സ്വീകാര്യതയും വലിയ വിജയത്തിന്റെയും ആഹ്ലാദത്തിലാണ് ഞങ്ങൾ എല്ലാവരും. ഓരോ ഇടവകയും ഇടവക ജനങ്ങളും അച്ഛന്മാരും ഞങ്ങൾക്ക് നൽകിയ സപ്പോർട്ടിനും സ്നേഹത്തിനും എല്ലാവർക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും നല്ലൊരു ക്രിസ്തുമസ് ആശംസിച്ചുകൊണ്ട് ഈ വർഷത്തെ ഗുഡ്നസ് കരോൾ ഉത്സവം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.